മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ വലിയ ആനന്ദത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിലായിരിക്കുന്നത്. 126 സങ്കീർത്തനം 3 തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവ് ഞങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. എത്ര മനോഹരമായ ഒരു ഏറ്റുപറച്ചിലാണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം അനുഭവമാണ് സങ്കീർത്തകൻ വിളിച്ചു പറയുന്നത്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എന്തുമാത്രം നന്മകളാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് വർഷിച്ചിരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹൃദയം തുറന്ന് മനം തുറന്ന് കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഓരോ ദൈവമക്കളും ഏറ്റുപറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ സാന്നിധ്യത്താൽ അനേകം ആയിരങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. വലിയ പ്രത്യാശയോടെ, ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടെ കരമടിച്ച് നമ്മൾ ഒന്ന് ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി 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 ലോർഡ്. കരമടിച്ച് എല്ലാവരും ചേർന്ന് പാടുന്നു. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമൊന്നു തുണച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. പ്രത്യാശയോടെ പാടി ആരാധിച്ച് കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയി. കർത്താവിന്റെ കരമൊന്ന് തുണച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും പ്രത്യാശയോടെ ഏറ്റുപാടുന്നു. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ, ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് കാലം കഴിയും, ഈ ലോകമഴിയും, കൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും, ഇതെല്ലാം നശ്വരമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉറപ്പിച്ച് കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കരങ്ങൾ ഉയർത്തിയടിച്ച് ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന്റെ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളിലേക്കും പകരണമേ. രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, രാജ്യം വരണേ. ഇരു കരങ്ങളും ദൈവ സാന്നിധ്യത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുക. ഏറെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക. എല്ലാ പ്രിയപ്പെട്ട കരങ്ങൾ ഉയർത്തട്ടെ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ദൈവശക്തിയായ അനേകം ആയിരങ്ങളിൽ നിറയണമേ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളെ സ്ഥിരീകരിക്കണമേ. പാപബന്ധനത്തിന് അടിമത്ത കെട്ടുകളെ പരിശുദ്ധാത്മാവേ പിഴുതു കളയണമേ. 10,000 പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധന കുരുക്കുകൾ, തിന്മയുടെ ആധിപത്യങ്ങൾ, നാരകീയ സ്വാധീനങ്ങൾ, സാത്താന്യ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഏറെ പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുമുഖം കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങ് ആരാധിക്കുകയാണ്. We worship Lord. ഈ സ്തുതി ആരാധന നിമിഷങ്ങളിൽ ജനലക്ഷങ്ങൾ കർത്താവിന്റെ സ്നേഹത്താൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അനേകം ഭവനങ്ങളിലൂടെ കർത്താവ് ഉലാത്തുകയാണ്. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ബന്ധനത്തിന് കെട്ടുകൾ പൊട്ടുകയാണ്. പല രോഗികളും അത്ഭുത സൗഖ്യം പ്രാപിക്കുകയാണ്. കർത്താവെ, സ്പർശിക്കണമേ, രോഗികളുടെ മേൽ കരങ്ങൾ വെക്കണമേ. അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, അത്ഭുത വിടുതലുകൾ വെളിപ്പെടട്ടെ. സകലരും ആത്മാവിനാൽ കത്തി ജ്വലിക്കട്ടെ. Holy Spirit. Hallelujah, 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 hallelujah. ഈ സ്തുതി ആരാധനയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ മേൽ കർത്താവേ, അങ്ങയുടെ മഹത്വം ഇറങ്ങി വരട്ടെ. അങ്ങയുടെ മഹത്വത്തിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, അഭിഷേചിതരാകട്ടെ. ഓ, ഞങ്ങൾ ഈ സാന്നിധ്യത്തെ നയിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ശക്തിപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വളരെ പ്രാർത്ഥനയോടെ സുവിശേഷ വചനങ്ങൾ സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. പരിശുദ്ധാത്മാവിനോടും പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളോടും നമുക്ക് തുറവിയുള്ളവരാകാം. ലിദിയാടെ ഹൃദയത്തെ കർത്താവ് തുറന്നതുപോലെ ഈ വചന ശുശ്രൂഷയിലേക്ക് അനേകരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ വചന പരമ്പരയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച്, പ്രവാചകന്മാരുടെ സാക്ഷ്യത്തെക്കുറിച്ച്, മാലാഖമാരുടെ സാക്ഷ്യത്തെക്കുറിച്ച്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന സന്ദേശം യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. തന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു നൽകിയ സാക്ഷ്യം എന്താണ്? ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. പ്രവാചകന്മാരുടെ സാക്ഷ്യത്തെക്കാളും മാലാഖമാരുടെ സാക്ഷ്യത്തെക്കാളും എത്രയോ ഉന്നതമായ സാക്ഷ്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിൽ എടുക്കണം. നിങ്ങളൊരു കുടുംബമായിട്ട് വേണം ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനായിട്ട്. പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. പിന്നീട് അത് പങ്കുവെച്ച് ഒരുമിച്ച് ധ്യാനിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് മക്കൾക്ക് കർത്താവ് അഭിഷേകം പകരുന്നുണ്ട്. നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും നേരിട്ട് നിങ്ങളെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തിയാൽ അത് സംഭവിക്കാതിരിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിശ്ചയമായും സംഭവിച്ചിരിക്കും. പ്രവാചകന്മാരെക്കാളും മാലാഖമാരെക്കാളും എത്രയോ ഉന്നതനാണ് നമ്മുടെ കർത്താവ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധനം യേശുക്രിസ്തുവിന്റെ ജ്ഞാനത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? അതിന്റെ സബ് ടൈറ്റിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവും മാനുഷിക അറിവുമെന്നാണ്. 473 ഖണ്ഡികയിൽ വളരെ കൃത്യതയോടുകൂടി സഭ നമ്മെ പഠിപ്പിക്കുകയാണ്, ദൈവപുത്രൻ സർവ്വതും അറിഞ്ഞിരുന്നു, അതിനാൽ അവിടുന്ന് ധരിച്ച മനുഷ്യ പ്രകൃതിയും എല്ലാം അറിഞ്ഞിരുന്നു. ഇത് സ്വശക്തിയാലല്ല, പ്രത്യുത വചനത്തോടുള്ള സംയോജനത്താലാണ്. വചനത്തോട് സംയോജിച്ച മനുഷ്യ പ്രകൃതി ദൈവത്തെ സംബന്ധിക്കുന്ന സർവ്വതും അറിയുകയും തന്നിൽ തന്നെ പ്രാഭവത്തോടെ ആവിഷ്കരിക്കുകയും ചെയ്തു.
എത്ര ശക്തമായ ഭാഷയിലാണ് തിരുസഭ ഈ യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവപുത്രനായ യേശു ക്രിസ്തു സർവ്വതും അറിഞ്ഞിരുന്നു. കർത്താവിന് അറിയാത്തതായി ഒന്നും തന്നെയില്ല. അവൻ സർവജ്ഞാനിയാണ്. എന്താണ് കർത്താവായ ഈശോ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ വചന ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അരികിലെത്തുന്നില്ല. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഐ ആം ദ ട്രൂത്ത്. ഞാനാണ് സത്യം. എന്താണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? ഞാനും ഒരു സത്യമാകുന്നു എന്നല്ല യേശു പറഞ്ഞത്. ഞാനാണ് സത്യം. ഞാൻ മാത്രമാണ് പൂർണ്ണമായ സത്യം. അതുകൊണ്ട് തന്നെയാ യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 32 വചനത്തിൽ വീണ്ടും യേശു പറയുന്നുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഏതാണ് ഈ സത്യം? ഈ സത്യത്തിന്റെ പേരാണ് നസ്രത്തിലെ യേശു ക്രിസ്തു. യേശു സത്യമാണ്. അവനാണ് സത്യം. യേശു ക്രിസ്തുവിനെ അറിയുന്നൊരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലോട്ട് വരാൻ തുടങ്ങും. വീണ്ടും വചനത്തിൽ കാണാൻ പറ്റും. ഈശോ അത് ഉറപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 36 തിരുവചനത്തിൽ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ സത്യം? ഏതാണ് ഈ സത്യം? ഈ സത്യത്തിന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പരിപൂർണമായ സത്യമാണ്. യേശു ഒരിക്കലും കള്ളം പറയത്തില്ല. അവനൊരു കാര്യം പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് സംഭവിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൽ അത് നിറവേറപ്പെടും. എന്തുമാത്രം കാര്യങ്ങളാ ഇതുപോലെ നിറവേറപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കർത്താവിന്റെ ജീവിതത്തിലോട്ടൊന്ന് വരാം. തന്റെ പീഡാസഹനങ്ങളും കുരിശുമരണത്തുള്ള ബന്ധത്തിൽ എന്തുമാത്രം പ്രവചനങ്ങളാണ് തന്റെ ശിഷ്യന്മാരെ നോക്കി ഈശോ പ്രവചിച്ചത്. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും. തന്റെ പ്രിയ ശിഷ്യനായ പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പത്രോസേ, ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഇതൊരു പ്രൊഫസിയായിരുന്നു. പത്രോസിനെ നോക്കി കർത്താവ് പറഞ്ഞു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. പത്രോസ് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ആ രംഗം ഒന്ന് വീഡിയോയിലൂടെ നോക്കി കണ്ടേ. പത്രോസ് നോക്കി കർത്താവ് പറയാ, ജീവനിൽ ഭയപ്പെട്ട് അവൻ കർത്താവിനെ തള്ളിക്കളയുകയാണ്. നിങ്ങൾ നോക്കിക്ക, സ്ത്രീയുടെ മുൻപിൽ പത്രോസ് എന്താ പറയുന്നത്? വീണ്ടും അവൻ നിഷേധിക്കുകയാണ്. 3 പ്രാവശ്യം ഞാൻ തള്ളിപ്പറയും. കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള പല പ്രവചനങ്ങളും കർത്താവിന്റെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് വിഷയത്തിലോട്ട് വരാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 1-2 വചനങ്ങളിൽ വ്യക്തമായ വചനം പഠിപ്പിക്കുന്നു. യേശു ദേവാലയം വിട്ട് പോകുന്ന സമയത്ത് ദേവാലയത്തിന്റെ പണികൾ കാണിക്കുവാൻ ശിഷ്യന്മാർ അവന്റെ അടുത്തെത്തി. ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവ് നീ കണ്ടില്ലേ എത്ര മനോഹരമായ ദേവാലയം, അതിന്റെ കൊത്തുപണികളും ചിത്രപ്പണികളൊക്കെ എത്ര അത്ഭുതകരമായിരിക്കുന്നു. എന്നാൽ കർത്താവ് തന്റെ പ്രിയ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ ജെറുസലേം ദേവാലയം ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ഇത് കർത്താവ് പറഞ്ഞൊരു പ്രൊഫസിയായിരുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. എല്ലാവരും ഒന്ന് അതരം തുറന്ന് പറഞ്ഞ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. കർത്താവ് പറഞ്ഞ ഈ വചനം അപ്പോസ്തലന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ചിന്തിച്ചു, ഈ ദേവാലയം തകർക്കപ്പെടും, അത് ഇമ്പോസിബിൾ ആണ്. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു അന്ന് ജെറുസലേം. അവരിപ്രകാരം ചിന്തിച്ചു കാണും,
ഇത്രയും വലിയ സാമ്രാജ്യ ശക്തിയുടെ അധീനതയിൽ കഴിയുന്ന ഞങ്ങളെ വന്ന് ആരാക്രമിക്കാനാണ്? വീണ്ടും ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 41 മുതൽ 44 വചനങ്ങളിൽ വ്യക്തമായി കാണാൻ പറ്റും. ജെറുസലേമിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൻ ആ പട്ടണത്തോട് അടുത്തു വന്നപ്പോൾ ജെറുസലേമിനെ നോക്കി വിലപിച്ചു, ജെറുസലേം, ഇന്നെങ്കിലും നീ സമാധാനത്തിലുള്ള മാർഗം അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നാൽ നിന്റെ ദൃഷ്ടികളിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് കർത്താവ് പറഞ്ഞു, നിനക്ക് ചുറ്റും ശത്രുക്കൾ പാളയമടിക്കും, 4 ഭാഗങ്ങളിൽ നിന്നും അവർ നിന്നെ ഞെരുക്കും, നീയും നിന്റെ സന്താനങ്ങളും നശിപ്പിക്കപ്പെടും, നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. ജെറുസലേമിന് സംഭവിക്കാൻ പോകുന്ന വലിയ തകർച്ചയെക്കുറിച്ച്, നാശത്തെക്കുറിച്ച് കർത്താവ് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കുകയായിരുന്നു. വീണ്ടും നമുക്ക് ഇതേ പ്രൊഫസി കാണാം. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 24 തിരുവചനം. അവിടെ യഹൂദനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വാളിന്റെ വാൾത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. എത്ര കൃത്യമാണ് ഈ വചനം! 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇത് പറഞ്ഞത്. ഏകദേശം AD 30 33 ഇടയിലാണ് കർത്താവ് ഈ പ്രൊഫസി പറയുന്നത്. വെറും 40 വർഷമേ കഴിഞ്ഞുള്ളൂ. ഇത് ചരിത്രത്തിൽ നിറവേറപ്പെട്ട സത്യമാണ്. ഒരു നിരീശ്വരവാദിക്കും ഒരു യുക്തിവാദിക്കും ഇത് നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് നോക്ക്. യഹൂദൻ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലും വന്നു. മട്ടാഞ്ചേരിയിൽ ചെന്ന് കഴിഞ്ഞാൽ യഹൂദന്റെ സിനഗോഗ് കാണാൻ പറ്റും. കർത്താവ് പറഞ്ഞ ഈ പ്രൊഫസി അക്ഷരം പ്രതി നിറവേറപ്പെടുകയാണ്. സകല ജനതകളുടെ ഇടയിലേക്കും യഹൂദന്മാർ ചിതറിക്കപ്പെടും. നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് ഉള്ള വചന പരമ്പരയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ധ്യാനിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചാലക്കുടി അടുത്തുള്ള മാള എന്നുള്ള സ്ഥലം നിങ്ങൾ അനേക സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. മാള എന്നുള്ള സ്ഥലത്തിന് പേര് വരാനുള്ള കാരണം യഹൂദന്റെ സിമിട്രിയോടുള്ള ബന്ധത്തില്. യഹൂദന്മാരുടെ വലിയ സിമിത്തേരി മാളയിലുണ്ട്. ആ സിമിട്രിയോടുള്ള ബന്ധത്തിൽ ആ സ്ഥലത്തിന് മാള എന്ന് പേര് കിട്ടുകയാണ്. ബോംബെയിൽ ഒരു യഹൂദ സ്ട്രീറ്റ് തന്നെയുണ്ട്, ഒരു യഹൂദ തെരുവുണ്ട്. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ യഹൂദൻ ചിതറിക്കപ്പെടുകയാ. കർത്താവ് പറഞ്ഞ പ്രവചനം ലിറ്ററലി ആക്ഷരികമായി നിറവേറപ്പെടുകയാണ്. നമുക്ക് വീണ്ടും ഈ വചനത്തിലോട്ട് തന്നെ വരാം. കർത്താവ് പറഞ്ഞ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. എന്താ സംഭവിച്ചെന്നറിയോ? നമ്മൾ അല്പം ചരിത്രത്തിലൂടെ കാണുകയാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ പട്ടാള നായകനായ ടൈറ്റസ്, അവൻ ജെറുസലേമിലേക്ക് പട നയിക്കും. ജെറുസലേം അവർ വളയും. ജെറുസലേം ദേവാലയം പട്ടാളക്കാര് വളയുകയാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധയോടുകൂടി നോക്കിക്കേ. ഇതാ റോമൻ പട്ടാളം ജെറുസലേം ലക്ഷ്യമാക്കിക്കൊണ്ട് വരികയാണ്. ഇതാ സൈന്യാധിപൻ കുതിരപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിന് അകത്തോട്ട് കയറുകയാണ്. അനേകം പുരോഹിതന്മാർ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പട്ടാളം മുഴുവൻ ആ ദേവാലയം വളഞ്ഞു. ആ സൈന്യാധിപന് പോവുകയാണ് പുരോഹിതരുടെ മധ്യേ. എന്നാൽ അവന്റെ മുന്നേറ്റത്തെ തടഞ്ഞുകൊണ്ട് ഏതാനും പുരോഹിതർ നിരന്തരയായിട്ട് നിൽക്കുക. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ പുരോഹിതന്മാരെല്ലാം മരിച്ചു വീഴുകയാണ്. അഹങ്കാരത്തോടുകൂടി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ആ നിയമപേടകം അവൻ എടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദിവസം അനേക പുരോഹിതர்கள் വധിക്കപ്പെട്ടു. ജെറുസലേം ആക്രമിക്കപ്പെട്ടു. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യഹൂദ ചരിത്രകാരനായ ജോസഫൂസ് വളരെ വ്യക്തമായി ഈ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജെറുസലേം ദേവാലയം അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കോടാനുകോടി രൂപ മുടക്കി നിർമ്മിച്ചൊരു ദേവാലയമാണ്. അതിന് തൂണുകളും ഭിത്തികളെല്ലാം തനി തങ്കം കൊണ്ട് സ്വർണം കൊണ്ടുമാണ് പൊതിഞ്ഞിരിക്കുന്നത്. എന്നാൽ റോമൻ പട്ടാളക്കൂട്ടത്തിൽ നിന്നൊരു പട്ടാളക്കാരൻ ഒരു തീയമ്പ് ജെറുസലേം ദേവാലയത്തിലേക്ക് തൊടുത്തു വിടുകയാണ്. ദേവാലയം അഗ്നിക്കിരയാവുകയാണ്. ഈ വലിയ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള തങ്കവും സ്വർണമെല്ലാം വെന്തുരുകി ജെറുസലേം ദേവാലയത്തിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് വെന്തുരുകി ഉറഞ്ഞുകൂടി കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന
ഈ തങ്കവും സ്വർണവും കിട്ടാൻ വേണ്ടി റോമൻ പട്ടാളം എന്താ ചെയ്തെന്നറിയോ? വളരെ വ്യക്തമായി ജൂവിഷ് ഹിസ്റ്റോറിയനായ ജോസഫ്യൂസ് പഠിപ്പിക്കുന്നുണ്ട്. ആ പട്ടാളക്കാർ ജെറുസലേം ദേവാലയത്തിന്റെ അടിസ്ഥാനങ്ങൾ അവർ കുത്തിയിളക്കാൻ തുടങ്ങി. ഓരോ കല്ലുകളും കുത്തിയിളക്കി ആ കല്ലുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന തങ്കക്കട്ടികളും സ്വർണ്ണക്കട്ടികളും അവർ കൈവശപ്പെടുത്തുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതെല്ലാം തകർക്കപ്പെടും. കർത്താവ് ഇത് പറഞ്ഞപ്പോൾ അവർക്കിത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇനി ദേവാലയത്തിന്റെ അവസ്ഥ എന്താ? നിങ്ങൾ നോക്കിക്കണ്ട്, നിങ്ങൾ കാണുന്നത് ഇന്ന് ഈ ദേവാലയത്തിന്റെ മതിലാണ്. വർഷങ്ങളായി അനേക യഹൂദന്മാർ 24 മണിക്കൂറും അവർ വലിയ വിലാപത്തോടെ, ഇതിന്റെ പേര് തന്നെ വിലാപ മതിലെന്ന, നിങ്ങൾ പലരും ഇത് കണ്ടു കാണും. ആ സ്ഥലം കാണുവാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷത്തോടെയാണ് ആ നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നത്. ആ വിലാപ മതിൽ തലമുട്ടിച്ചുകൊണ്ട് യഹൂദന്മാർ പ്രാർത്ഥിക്കുകയാണ്. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും യഹൂദനെ ഇനി ദേവാലയം പുനരുദ്ധരിക്കുവാനായി കഴിഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത് എത്രയോ കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 28-ാം വചനത്തിൽ നമുക്കിത് കാണാൻ പറ്റും. കർത്താവ് കുരിശേറ്റി കാൽവരിയിലോട്ട് പോകുന്ന സമയത്ത് കുറെ പാവപ്പെട്ട സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിച്ച് കർത്താവിന്റെ പുറകെ വന്നു. ആ പാവപ്പെട്ട അമ്മമാരെ നോക്കി ഈശോ പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെ ഓർത്തും നിങ്ങളുടെ മക്കളെ ഓർത്തും കരയുക. എന്താണ് കർത്താവ് പറഞ്ഞ ഈ വചനത്തിന്റെ അർത്ഥം? യേശു അർത്ഥമാക്കിയത് ഇതാണ്: ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജെറുസലേം ആക്രമിക്കപ്പെടും. അത് സംഭവിക്കുക തന്നെ ചെയ്തു. ഇന്ന് ഒരു നിരീശ്വരനും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ ചരിത്രത്തിൽ വെളിപ്പെട്ട ഒരു വലിയ യാഥാർത്ഥ്യമായി ഇതിന്നും അവശേഷിക്കുകയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രത്യാഗമനത്തോടുള്ള ബന്ധത്തിൽ എന്താണ് കർത്താവ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ അടയാളം പ്രത്യക്ഷപ്പെടും, സകല ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും വരുന്നത് കാണുകയും ചെയ്യും. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടെ മഹത്വത്തോടെ വരുന്നത് സകല ഗോത്രങ്ങളും കാണും. ഇത് കർത്താവ് തന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വചനത്തിൽ വീണ്ടും ഈശോ ആവർത്തിക്കുകയാ. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പ്രബോധനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു തന്റെ പ്രത്യാഗമനം. ഇവിടെ എന്താണ് വചനം പറയുന്നത്? മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും തന്റെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ, മഹത്വത്തിൻ സാന്നിധ്യം തന്റെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. യോഹന്നാന്റെ സുവിശേഷത്തിലോട്ട് വാ. എന്നെ ഏറ്റവും അധികം സ്പർശിച്ച മറ്റൊരു തിരുവചനമാണിത്. എത്ര മനോഹരമായിട്ട് കർത്താവ് ഇത് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ നമുക്കിവിടെ കാണാൻ പറ്റും. നിത്യജീവനാണ്. കർത്താവിനോട് കൂടെ കോടാനുകോടി വർഷങ്ങൾ, എണ്ണിത്തീരാൻ കഴിയാത്ത വിധമുള്ള നാളുകൾ അവന്റെ മഹത്വത്തിൽ കഴിയുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണ്, എത്രയോ ആനന്ദകരമാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുവാനുള്ള വിളിയാണ് ഈ ശുശ്രൂഷയിലൂടെ എല്ലാം കർത്താവ് നമുക്ക് നൽകുന്നത്. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, യേശു ക്രിസ്തു എന്ന് വരും, അതല്ല നമ്മുടെ വിഷയം. പിന്നെ എന്തിനാണ് കർത്താവ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രധാനമായ 2 കാര്യങ്ങൾക്ക്. 1, നമ്മൾ തന്നെ ഒരുക്കമുള്ളവരാക്കുക, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. 2, നമ്മൾ അനേകരെ സുവിശേഷീകരിക്കുക. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14:3 യേശു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. വീണ്ടും വന്ന്. എല്ലാവരും മധുരം തുറന്ന് പരിശുദ്ധാത്മ നിറവിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് വീണ്ടും വന്ന്. പോരാ പോരാ പോരാ, എല്ലാവരും ഏറ്റുപറഞ്ഞ്, മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരങ്ങളെല്ലാം ഉറക്കേറ്റു പറ, വീണ്ടും വന്ന്. എന്റെ സഹോദര സഹോദരി, ലോക ചരിത്രത്തിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും വരുമെന്ന്. ഒരു മത നേതാവും പറഞ്ഞിട്ടില്ല,
ഒരു റിലീജിയസ് ലീഡറും പറഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും വരുമെന്ന്. അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. നമ്മൾ എന്തിനാ കർത്താവിനെ സ്നേഹിക്കുന്നത്? നമ്മുടെ ജീവിതം പൂർണ്ണമായും എന്തിനാണ് അവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്? അവൻ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തനാണ്. അവനെ പോലെ ഈ ലോകത്തിൽ ആരും തന്നെയില്ല. യേശുവിന് തുല്യനായി യേശു മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത് രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ലറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ലറായി. ഹല്ലേലൂയ. കർത്താവിന്റെ ഈ മാറ്റമില്ലാത്ത വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം. ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അനേകം ആയിരങ്ങൾ ദൈവരാജ്യ അനുഭവത്തിൽ നിറയപ്പെടുവാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ സുവിശേഷീകരിക്കുക. ഇതാണ് ഈ കാലത്തിന് അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ സംഭവിക്കുവാൻ ത്രിയേക ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ പ്രാർത്ഥനയോടെ തുറന്നു വരുന്ന വചന ശുശ്രൂഷകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ അനേകരോട് ശുശ്രൂഷയെ കുറിച്ച് പറയണം. അനേകരെ നിങ്ങൾ ഇതിലോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അത് വലിയ സുവിശേഷ വേലയാണ്. ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അനേകർ അവരുടെ ജീവിതങ്ങളെ കർത്താവിനായി വിശുദ്ധീകരിക്കട്ടെ, അവരുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കട്ടെ. ഇതിനേക്കാൾ വലിയ ഒരു ബ്ലെസ്സിംഗ് ഈ ലോക ജീവിതത്തിൽ പ്രിയ സഹോദര സഹോദരി എനിക്കും നിങ്ങൾക്കും ലഭിക്കാനില്ല. നിങ്ങൾ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങൾ എടുത്തിരിക്കുന്ന സകല തീരുമാനങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന തകർച്ചകളെ, വേദനകളെ, ദുഃഖ ദുരിതങ്ങളെ കർത്താവിന് സമർപ്പിക്കുക. കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അനേകം കുടുംബങ്ങൾ തകർന്ന അവസ്ഥയിലാണ്. അപ്രകാരമുള്ള എല്ലാ ഭവനങ്ങളിലേക്കും കർത്താവിന്റെ മഹത്വം അഭിഷേകമായി ഇറങ്ങി വരുന്ന സമയമാണ്. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ വലിയ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവം, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവം ഇതാ ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യമായി കടന്നു വന്നിരിക്കുന്നു. വലിയ വിശ്വാസത്തോടെ സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ കർത്താവേ പ്രവർത്തിക്കണമേ, വചനത്താൽ പ്രവർത്തിക്കണമേ, അഭിഷേകം നൽകി പ്രവർത്തിക്കണമേ, സൗഖ്യം പകർന്ന് പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവിനെ പകർന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ തകർച്ചകൾ വിട്ടുമാറട്ടെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. അടുത്ത ആഴ്ചയിൽ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സഭയുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരിക. മഹ